മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. അപ്പൊ ഡെയിൻകുട്ടാ എന്താ നീ ഒരു കണ്ണാടിയൊക്കെ വെച്ചിരിക്കുന്നു? എല്ലാം ഒന്ന് ഫിൽറ്റർ ചെയ്ത് കണ്ടു തുടങ്ങാന്ന് വിചാരിക്കുന്നു. കാലം കഴിയും തോറും ഞാൻ സാറ് കണ്ണാടി സ്പെക്സ് ഒക്കെ ഞാൻ പവർ ഗ്ലാസ് വെച്ചിരിക്കുന്നത്. ആണോ? ഇന്ന് കണ്ണാടി നീ വെച്ച സ്ഥിതിക്ക് ആ വടിയും കൂടെ പിടിക്കായിരുന്നു. ഏത് വടി? സ്ഥിരം ഉപയോഗിക്കുന്നു. സമയത്ത് യൂസ് ചെയ്യാറില്ലല്ലോ. കൊള്ളാല്ലേ? ഡ്രസ് കലക്കി. താങ്ക് യു. വെരി ഗുഡ്. മീനൂട്ടിയെ കണ്ട മീനൂട്ടിയുടെ പേര് ഇന്നത്തേക്ക് മാറ്റി. മീനൂട്ടി ജോളി, ആഞ്ചലീന ജോളിയെ പോലെ ഫുൾ ഒരു ഓസ്കർ അതെന്നെ ചേർത്ത് മീനാക്ഷിയൊക്കെ മാറി. അവിടെ നിക്കട്ടെ, നമ്മളവിടെ ഇനി കൂടുതൽ പറഞ്ഞു. നമുക്ക് അടുത്ത പാടുന്ന ഒരു കുട്ടി ആരായിരിക്കും? ഒരു കുഞ്ഞു കുട്ടിയാണ്. ലിറ്റിൽ ഏഞ്ചലാണ്. മീനുട്ടിയെ പോലെ തന്നെ സുന്ദരിയായിട്ടുള്ള മറ്റൊരു കുട്ടി. ആ സുന്ദരി കുട്ടിയെ വിളിക്കാം. ശരിക്കും ഒരു സുന്ദരിയാണ് വരാൻ പോകുന്നത്. നമ്മുടെ മിസ്റ്റി മോള. അതെ. അതെ. സോ ലെറ്റ്സ് വെൽക്കം ആരാധ്യ. വെൽക്കം. ആരാ അത്? ഇവനേതാ? കുട്ടിയുടെ കുട്ടി മിസ്റ്റൂട്ടി. ഓ, എന്തൊരു ചേർച്ച. എന്റെ അമ്മയ്ക്ക് ഇന്നലെ ഉണ്ടായി വാവാന്ന്. ശരി, എന്തായാലും മോളെ ഏത് പാട്ടാ പാടുന്നേ? ഞാനിന്ന് തപ്പു കൊട്ടാമ്പൂരം അല്ല, ഇപ്പൊ ഈ വാവനെ വെച്ചോണ്ട് പാടുവോ? തുടക്കത്തിലെ വരി എന്തോ? കുഞ്ഞിന് വേണോ, കുഞ്ഞിനെ വാങ്ങാൻ ആരുണ്ട്? വേണോ? ആർക്കേലും വേണോ? വേണോ മീനുട്ടി? കിട്ടിയാ കൊള്ളാം. വേണോ? പേടിക്കുന്നു. ശരി മോളെ, ഡീറ്റെയിൽ അറിയോ? ലിറിക്സ് വയലാറെങ്കിൽ മ്യൂസിക് ദേവരാജനെങ്കിൽ പാടിയത് സുശീലമ്മ, പിന്നെ സിനിമ നദി, പിന്നെ വർഷം 1959. സൂപ്പർ, നല്ല പാട്ട്, കാണാനും നല്ല രസമുണ്ട്. കയ്യിൽ ആ കൊച്ചുണ്ട്. ഇത് മോള് പോകുമ്പോ ഡെയിന് കൊടുത്തേരും. വെച്ചോ വെച്ചോ വെച്ചോ. ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ. അറിയാം കേട്ടോ, അറിയാം. ഉറച്ചുണ്ടാവില്ലല്ലോ കുതിരോട്ടം നോക്കുന്നതല്ലേ. അറിയാം. എടാ, നീ ഇങ്ങനെ ഒരു പോസ്റ്റഡ് ഇൻസ്റ്റയില് എന്താണ് പ്രതികരണം അറിയാൻ? ക്യാപ്ഷൻ പ്ലീസ്. ധൈര്യം ഉണ്ടോ? എന്ത്? അതെ, ലോങ് ഷോട്ട്. ഇത് വേണ്ട, ഇത് അടുത്ത് ക്ലോസ് കാണിക്കരുത്. ദൂരെന്ന് ശരിക്കുള്ള കൊച്ചിനെ പോലെ കുഞ്ഞ് ഇടടാ. പിന്നെ എനിക്ക് ഗായത്രിന്റെ ആരാന്നറിയാലോ? ആരാണ്? എന്നിട്ടും എന്തിനീ ഗായത്രി എന്റെ നെറുകയിലൊരു മുത്തം തന്നില്ല. നീയൊരു ഭയങ്കര കള്ളനാണ്. നെറുക അവിടെയല്ലേ? ഇപ്പൊ ഒരു ലോങ് കിസ് തന്നാ പോരെ? പാട്ട് കഴിഞ്ഞിട്ട് താങ്ക് യു. കൊണ്ടുവരെ കിടത്തി ഉറക്കി കൊണ്ട് പാല് കൊടുക്ക്. വെമ്പോ കുഞ്ഞിനെ വേണോ, കുഞ്ഞിനെ വാങ്ങാൻ ആരുണ്ട്? തപ്പു കൊട്ടാമ്പൂരം തകില് കൊട്ടാമ്പൂരം കൊട്ടാമ്പൂരത്തൊരു കുഞ്ഞ്, കുഞ്ഞിനെ
കൊട്ടാമ്പൂരം തകില് കൊട്ടാമ്പൂരം കൊട്ടാമ്പൂരത്തൊരു കുഞ്ഞ് കുഞ്ഞിന് വീണു കുഞ്ഞിന് വീണു കുഞ്ഞിന് വാങ്ങാൻ ആളുണ്ടോ 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 അത്തിലിത്തിൽ കളിക്കാനറിയാം അമ്മാനൊപ്പം താടാനറിയാം അത്തിലിത്തിൽ കളിക്കാനറിയാം അമ്മാനൊപ്പം താടാനറിയാം അക്കരെ ഇക്കരെ ആറ്റും മണമേളാന കളിക്കാനറിയാം അക്കരെ ഇക്കരെ ആറ്റും മണമേളാന കളിക്കാനറിയാം എവിടെ വളർന്നതാ? എങ്ങാണ്ടിടത്ത് കൊണ്ടുപോ കൊണ്ടുപോ കൊണ്ടുപോ. തപ്പു കൊട്ടാമ്പൂരം തകില് കൊട്ടാമ്പൂരം കൊട്ടാമ്പൂരത്തൊരു കുഞ്ഞ് കുഞ്ഞിന് വീണു കുഞ്ഞിന് വീണു കുഞ്ഞിന് വാങ്ങാൻ ആളുണ്ടോ 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 ഓണപ്പാട്ടുകൾ പാടാനറിയാം ഓലപ്പൂങ്കുഴലൂതാനറിയാം ഓണപ്പാട്ടുകൾ പാടാനറിയാം ഓലപ്പൂങ്കുഴലൂതാനറിയാം തങ്കക്കൊലുസിൽ കിലുകിലെ അങ്ങനെ തുമ്പി തുള്ളാനറിയാം തങ്കക്കൊലുസിൽ കിലുകിലെ അങ്ങനെ തുമ്പി തുള്ളാനറിയാം എവിടെ പഠിച്ചതാ? 7ാം കടലിനക്കരെ കൊണ്ടുവാ കൊണ്ടുവാ കൊണ്ടുവാ. തപ്പു കൊട്ടാമ്പൂരം തകില് കൊട്ടാമ്പൂരം കൊട്ടാമ്പൂരത്തൊരു കുഞ്ഞ് കുഞ്ഞിന് വീണു കുഞ്ഞിന് വീണു കുഞ്ഞിന് വാങ്ങാൻ ആളുണ്ടോ 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 ദോ ആളുണ്ടേ നമ്മുടെ ട്രെയിൻ ഓൾറെഡി എടുത്തു കൊണ്ടുപോയി. Nice, nice, nice. മിസ്റ്റിക്കുട്ടി എന്തോ നല്ല രസമായിരുന്നു മോളെ, നല്ല സെലക്ഷൻ. കാരണം നദി എന്നുള്ള പടമാണ്. ഈ നദിയിലാണ് എത്രയോ മനോഹരമായിട്ടുള്ള പാട്ടുണ്ടെന്നറിയാം. 1000 പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെ ഒരുങ്ങി, പിന്നെ പഞ്ചതന്ത്രം കഥയിലെ, അങ്ങനെ ഉഗ്രം പാട്ടുകളുള്ള ഒരു സിനിമയിൽ നിന്നാണ് ഈ ഒരു പാട്ട് മോള് സെലക്ട് ചെയ്ത് നന്നായിട്ട് പാടി കേട്ടോ. സൂപ്പറോ സൂപ്പർ. ഓക്കെ, Thank you. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു മിസ്റ്റർ കുട്ടി എന്തോ എങ്ങനെ സൂപ്പറായി പാടിന്നറിയോ? അതായത് എന്ത് വില പൊന്നു വില. പിന്നെ എന്തുണ്ടല്ലോ, എവിടെ വളർന്നതാ? കൊണ്ടുവാ 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 കൊണ്ടുപോ കൊണ്ടുപോന്ന എന്താ കൊണ്ടുപോകുന്ന വേണ്ടാന്ന് തോന്നുന്നു. വേണ്ടേ? ആ കഥക്ക് അനുയോജ്യമായിട്ട് സിറ്റുവേഷൻ അനുസരിച്ച് അല്ല ആണ്, കാരണം ക്ലൈമാക്സിൽ ഈ കുട്ടി നടന്നു പോയിട്ട് ഇങ്ങനെ വെള്ളത്തില് മുങ്ങി പോകുന്നതായിട്ടാണ്. ശരിയാ ശരിയാ. ആ, അപ്പൊ നസീർ സാർ ഇങ്ങനെ ഈറനായ ബേബി നദി, ബേബി സുമതി അല്ലേ? അതെ അതെ, ബേബി സുമതി. എനിക്ക് ഓർമ്മയുണ്ട് ലാസ്റ്റ് ക്ലൈമാക്സിൽ നിങ്ങൾ നടന്ന ആ കൊച്ചു വെള്ളത്തിലോ, അതെ അതല്ലേ? അതെ. അതാണ് ആ സിനിമയുടെ പേര്, നദി. ഓക്കെ, അതുകൊണ്ടാണ് അവര് ഇൻട്രൊഡക്ഷനിൽ ഇങ്ങനെ ഒരു പാട്ട് ഇട്ടത്, കാരണം ഒന്നുകൂടെ ഒരു ഫീല് കൂട്ടാൻ വേണ്ടി. അതാണ് 1000 പാദസരങ്ങൾക്ക് ഇത്ര ഒരു അപ്പൊ പാടുമ്പോഴത്തേക്ക് ഈ കുട്ടിയുടെ ഓർമ്മ. നസീർ സാറിന്റെ പുറകെ പോവും. നസീർ സാർ അറിയുന്നില്ല, ഇത് നസീർ സാർ നമ്മൾ ഗിറ്റാറും ഒക്കെ വായിച്ചു പോകും. കണ്ടിട്ടുണ്ട്, പാട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ കായാമ്പൂ കണ്ണിൽ വിടരും. എല്ലാം സൂപ്പർ ഹിറ്റ്. അതെ. പിന്നെ നോക്കുവാണെങ്കിൽ ഇതായിരിക്കും പിന്നെ അത്ര അങ്ങ് ഇതാവുക. ഇതിപ്പോഴാണല്ലോ ഹൗസ് ബോട്ടൊക്കെ വന്നത്. ആ. അന്ന് ഈ സിനിമ മുഴുവൻ ഒരു വലിയൊരു കെട്ടുവള്ളത്തിനകത്താണ് ഈ സിനിമ. അവര് താമസിക്കുന്നതൊക്കെ ആ വള്ളത്തില്, ഓഹോ അപ്പുറത്ത് വേറൊരു വള്ളത്തിലാണ് കാമുകി. അങ്ങനെ ഭയങ്കര രസകരമായിട്ട് എടുത്തിട്ടുള്ള ഒരു മോള് പടം. പാടിയ പാട്ടിന്റെ സിനിമയെ പറ്റി പറയുക. കണ്ടോ ഈ സിനിമ നദി? ഇതുപോലെ ഇരിക്കും ബേബി സുമതി. അടിപൊളിയായി പാടി കേട്ടാ. ഇഷ്ടി കുട്ടി പണ്ടേ സൂപ്പർ അല്ലേ? എന്താ ഇതിന്റെ രഹസ്യം? എന്തേലും സീക്രട്ട് നമുക്കൂടെ പറഞ്ഞ എനർജിയും ഈ ഒരു സന്തോഷവും ഈ കാണാതെ ഇത്ര ഇങ്ങനെ ബൈഹാർട്ട് ചെയ്ത് പാടുക, ഇങ്ങനെ ആക്ഷൻ കാണിക്കുക, എന്താ എന്തേലും സീക്രട്ട്? സീക്രട്ട് വെച്ച് ഞാൻ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. ഗ്രൂപ്പിൽ മാമന്മാര് പഠിപ്പിച്ചു തരും, ഞാൻ പാടും. അതുപോലെ പാടും. അടിപൊളിയായിട്ടോ. പിന്നെ അറിയാൻ വേണ്ടി പറഞ്ഞില്ലേ ഇന്നാള് മോക്ക് ഇഷ്ടപ്പെട്ട എല്ലാം പഠിച്ചതാന്ന് പറഞ്ഞു റിമിയാൻറ്റി, അത് മോളോടും പറഞ്ഞോന്ന്. ഇഷ്ടിക്കുട്ടിക്ക് എന്താ വേണ്ട ഇപ്പൊ പറയും. എല്ലാന്ന് പറഞ്ഞ ഇപ്പൊ നമുക്ക് എല്ലാം എങ്ങനെയാ? എനിക്ക് എന്റെ കൈ പറ്റുന്ന ചെറിയ പൊന്നിന്റെ മോതിരം മതി. എങ്ങനെ
ചെറിയ പൊന്നിന്റെ മോതിരം. എന്നാലേ റിമേന്റെ എനിക്കൊരു ഉടുപ്പ് മേടിച്ചെന്നാ മതി. മക്കളെ, റിമി നല്ലൊരു സമ്മാനം വാങ്ങിച്ച് മോക്ക് തരും കേട്ടോ. ഓക്കെ ഓക്കെ. ഓക്കെ. മോളു എന്തോ? ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി ട്ടോ. നല്ല മിടുക്കി കുട്ടിയായിട്ട് പാടി. ഡ്രസ്സിൽ കുറെ ജെംസ് ഒക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ഇഷ്ടമുള്ള മിഠായി ആണോ? ജെംസ് ഇഷ്ടമാണ്. ആ. ബാക്കിയുള്ള എല്ലാ മിഠായിയും ഇഷ്ടം. എല്ലാ മിഠായും ഇഷ്ടം. അപ്പൊ മിഠായി പോലെ തന്നെ പാടി ട്ടോ. വെരി ഗുഡ്. ഗോഡ് ബ്ലെസ്. ആടി ഒരു ലിറ്റിൽ ഏഞ്ചൽ മിസ്റ്റി മോൾ ഗോൾഡൻ സ്റ്റാർ പുകരെ. അപ്പൊ ഡെയ്നെ അത് ഈ കൊച്ചിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം കേട്ടോ സാറേ. ഡെയ്നെ ആ ആ കുട്ടി അങ്ങ് തിരിച്ചു കൊടുത്തേ. തിരിച്ചോ. പാവം. കാരണം വേറെ ഒന്നുമില്ല. കൊടുക്കത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ ടാറ്റാ ടാറ്റാ. ബൈ. ടാറ്റാ. മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.